നമുക്ക് ആക്ടിങ്, ഡാൻസിങ്, പാട്ട് ഇതെല്ലാം അല്ലാതെ ഒരു ഒളിഞ്ഞു കിടക്കുന്ന ഒരു ബിസിനസ്സുകാരി ഇവിടെ ഉണ്ട്. ഞാൻ നീ ഇതല്ലാതെ വേറെ ഏത് നോട്ട് മോണോ ആക്ട് അതല്ല, അതും ചെയ്യിപ്പിച്ചിട്ടാ ഞാൻ ഇവിടുന്ന് വിടത്തുള്ളൂ ഇന്ന്. ബിസിനസ് എങ്ങനെ പോകുന്നു നമ്മുടെ ബ്രൈഡൽ കോച്ച്യോർ? എന്റെ സ്വഭാവം കണ്ടില്ല, അതേപോലെ വളരെ ഉയരത്തിലാണ്. അല്ല, മമ്മിയാണ്, എവിന്റെ മമ്മി, എന്റെ മദർലോയാണ് നോക്കുന്നത്. തൃശ്ശൂര് കുരിയച്ചിറയില് അത്യാവശ്യം നന്നായിട്ട് തന്നെ. ചേച്ചി പോവാറുണ്ടോ? ഞാൻ വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ നോക്കും. അതോ സ്റ്റാഫിനോട് ആരാന്ന് ചോദിക്കുമ്പോ ഹിന്ദിക്കാരൊക്കെയാണല്ലോ, മീ ഓണർ ഫോട്ടോ ഓ മാഡം, അത് സർവീസ് എടുക്കാൻ വേണ്ടി പോകുന്ന ഞാന് എനിക്ക് ഹെയർ സ്പാ ചെയ്യാനോ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ ആ വഴിയിലേക്ക് പോകും, അല്ലാതെ ഞാൻ അങ്ങോട്ട് പോയില്ല. മുതലാളിയല്ലേ? പാവ മമ്മി ആട്ടോ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. മമ്മി അപ്പം ബ്യൂട്ടീഷ്യൻ ആണോ? അതായത് ഞാൻ കല്യാണം കഴിക്കാനായിട്ട് പോകുന്ന സമയത്ത് മമ്മിക്ക് അവിടെ പാർലർ ഉണ്ട്, അതിന്റെ പേര് മൊണാലിസ എന്നാ. എൻ്റെ അമ്മയ്ക്ക് കണ്ണൂർ പാർലർ ഉണ്ടായിരുന്നു ഒരു 10-15 വർഷം, ഒത്തിരി വർഷം. ആ പാർലറിന്റെ പേര് മൊണാലിസ എന്നായിരുന്നു. എൻ്റെ മമ്മിയുടെ പാർലറിന്റെ പേരും എൻ്റെ അമ്മയുടെ പാർലറിന്റെ പേരും സെയിം. ഞാൻ ഓ ഇത് മുൻജന്മത്തിലെ ഇവര് അതെങ്ങനെ സംഭവിച്ചു? അത് സെയിം പേര്. ഞാൻ എന്റെ കുഞ്ഞിലായിരുന്നു എൻ്റെ അമ്മയ്ക്ക് പാർലർ ഉണ്ടായിരുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ടേ മമ്മിയുടെ ഈ പേരെവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. സത്യം എവിടെയാണ് ഒരു ബന്ധമില്ലെന്ന്, രണ്ടുപേരും തമ്മിൽ യാതൊരു സാമ്യവും ഇല്ലല്ലോ. അയ്യോ ഇതൊക്കെ കട്ട് ചെയ്തോണേ. സ്കിൻ കെയർ റൊട്ടീൻ എന്താ? ഇങ്ങനെ ചോർത്തെടുക്കാണ് ഞാൻ ഓരോന്ന്. പറയട്ടെ, ബിഗ് ബോസില് എല്ലാരും അവിടെ വിഷ്ണു വന്നിട്ട് ചോദിക്കും, എടി എന്താണ് തേക്കുന്നതെന്ന് പറഞ്ഞു. രാവിലെ എണീറ്റ് വരുത്തിയുണ്ട് ഐസ് ക്യൂബ് എടുത്തിട്ട് ഒന്നാമത് റേഷനില്ല അവിടെ ജീവിക്കുന്നത്. അതെന്തുകൊണ്ടാന്നറിയോ, തലേ ദിവസം കരയുമ്പോ കണ്ണിങ്ങനെ വീർത്തിരിക്കും. പിന്നെ ഐസ് എടുത്തിട്ട് ഇത് മസാജ് ചെയ്തിട്ടാണ് എന്റെ കണ്ണിന്റെ വീർക്കല്. മറ്റേ ഇതിലാ പാവതിലൊക്കെ ഇല്ലേ, പാവതിലൊക്കെ ആ ഒരു എപ്പിസോഡ് ഞാൻ അത് കഴിഞ്ഞ് കണ്ടിട്ടേ ഞാൻ മറ്റേ പട്ടിനെ പോലെ ഇരുന്ന് മോങ്ങി ലാസ്റ്റ് കണ്ണൊക്കെ ഇത്രേ ഉള്ളു. എനിക്ക് അറിഞ്ഞാൽ പെട്ടെന്ന് എന്റെ കണ്ണിങ്ങനെ സ്വെല്ലി. അപ്പൊ ഈ ഐസ് എടുത്തിട്ട് ഇങ്ങനെ, പിന്നെ അറിയില്ലല്ലോ രാത്രി മറ്റേ കുതിരയൊക്കെ കളിച്ച് കടന്നുറങ്ങുമ്പോ ഹെവിൻ പറയും 3 മണി 4 മണിക്കും കണ്ടാ കടന്നുറങ്ങുന്നത്. പിന്നെ ഉറക്കമില്ലല്ലോ, അപ്പൊ രാവിലെ എണീറ്റൊന്ന് ഓണാവാനായിട്ടാണ് ഐസും ഇതൊക്കെ ചെയ്തോണ്ടിരുന്നത്. ഞാനത് കണ്ടിട്ട് ഞാൻ ചേച്ചിയോട് ചോദിക്കാം, ചേച്ചി എന്തിനാണ് ഐസൊക്കെ ഇങ്ങനെ വെക്കുന്നത്? ഞാനപ്പം സെറീന ഫസ്റ്റ് ഇത് അപ്പൊ ഞാൻ വിചാരിച്ചോ ഈ പെങ്കൊച്ച് മൊത്തം മേക്കപ്പിന്റെ ആയിരിക്കും, കുളിച്ച് കഴിയുമ്പോ ഓക്കെ പിടിച്ചു നിക്കാന്ന്. കുളിയൊക്കെ കഴിഞ്ഞിട്ട് കൊള്ളാലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്ട്രെയിറ്റ്നർ നിനക്ക് വരാൻ ലേറ്റ് ആയില്ലേ, അപ്പം കേളി ഹെയർ എനിക്ക് ഭയങ്കര. അപ്പൊ ഞാൻ ചോദിച്ചു കേളി ഹെയറിൽ അടിപൊളി നല്ല രസമുണ്ട്, ഞാൻ നിന്നോട് പറയില്ലേ നീ എന്തിനാ സ്ട്രെയിറ്റ്നർ ഉപയോഗിക്കണേന്ന്. നമുക്ക് തന്നില്ല, ഞാൻ കാലും കൈയും പിടിക്കാം. ബിഗ് ബോസ് എന്റെ സ്ട്രെയിറ്റ്നർ വിട്ടില്ല. ഞാൻ അതുകൊണ്ട് ലൈഫിൽ ഞാൻ പറയുന്നുണ്ട് ആൾക്കാർക്ക് എന്നെ മനസ്സിലാവത്തില്ല, ബിക്കോസ് ഇങ്ങനെയല്ല സെറീന ഇരിക്കുന്നത്, എന്റെ വീട്ടുകാർക്ക് പോലും മനസ്സിലാവില്ല. നമ്മുടെ മനീഷ് ചേച്ചി കിടന്ന സ്ഥലത്തിന് എന്തായിരുന്നു പറയുന്നത്, തെക്കിനിലിരുന്നിരുന്ന് മേക്കപ്പ്. ഞാൻ സെറീന അപ്പൊ ഞാനിങ്ങനെ റെഡി ആയിട്ടൊക്കെ ഇടയ്ക്ക് നോക്കാം, അവൾ എന്താ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ. രാവിലെ എണ്ണീറ്റ് ഡാൻസിന് പോകുന്നതിന് മുന്നേ ഒരാളുണ്ട് അവിടെ ലിപ്സ്റ്റിക്. നീയൊക്കെ കടന്നിറങ്ങുമ്പോ ലിപ്സ്റ്റിക് ഇട്ട് ഇറങ്ങി. ഞാനിങ്ങനെന്നറിയാം ഇതടിക്കുമ്പോ മറ്റേ ബെഡ്ഷീറ്റ് പോന്നിട്ടും രാത്രി എവിടെയിടോ അതൊക്കെ മറന്നു പോകത്തില്ലേ. അയ്യോ ഇതൊക്കെ ആൾക്കാർ കാണല്ലോ, ലിപ്സ്റ്റിക് ഇങ്ങനെ അതെ പുതപ്പിന്റെ അടിയിലോട്ട് ലിപ്സ്റ്റിക് മാത്രം ഇടാം കണ്ണൊക്കെ ഇങ്ങനെ. കമ്മിങ് ടു മൂവി സീരിയൽസ്, ഈ ബിഗ് ബോസ് വരുന്നതിന് തൊട്ട് മുന്നേ തമിഴ് സീരിയലല്ലായിരുന്നോ? അത് കഴിഞ്ഞിട്ടാ ഞാൻ വന്നത്. എങ്ങനെയാ ചേച്ചി തമിഴിലേക്ക് എൻറ്റർ ആയ? തമിഴിലേക്ക് നമ്മളെ വിജയ് സേതുപതിനെ ഒന്ന് ഇന്റർവ്യൂ എടുക്കാൻ നമ്മള് പോയില്ലേ, വിജയ് സേതുപതി നമ്മളെ കണ്ട് നയൻതാരനെ പോലെ നമ്മള് എങ്ങനെ ഈ മലയാളി തനിമയുള്ള ഈ കൊച്ചിനെ എങ്ങനെ നല്ല തമിഴ് പേസും. എന്റെ തമിഴ് കേട്ടിട്ട് ലാസ്റ്റ് അവര്
എന്നെ എല്ലാ തമിഴ് പഠിപ്പിക്കാൻ നോക്കും കേട്ടോ. ലാസ്റ്റ് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സൊക്കെ മലയാളം. ഇപ്പോൾ നളിനി അമ്മയുണ്ട്, പണ്ടത്തെ നളിനി അമ്മ. അമ്മ മലയാളിയാണല്ലോ. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറയും, എടീ നീ. അപ്പം അമ്മ സെറ്റിലുള്ളതുകൊണ്ട് അപ്പം എനിക്ക് ഭയങ്കര കംഫർട്ട്. അപ്പം ഞാനും അമ്മ ഒരു റൂമിലാണ്. അപ്പം അമ്മ മലയാളം പറയും. അപ്പം എനിക്കത് ഭയങ്കര അപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചേച്ചിയും മലയാളി ആയതുകൊണ്ട് തമിഴ് പഠിക്കൊന്നുമില്ല. പിന്നെ സ്ക്രിപ്റ്റ് വായിച്ചു വരുമ്പോൾ ഞാനങ്ങ് പറയും ഇങ്ങനെ. അപ്പം അമ്മ പറയും, നിന്റെ കുഞ്ഞു എന്തൊക്കെയൊക്കെ ആയിരിക്കും. ചിലപ്പോൾ അമ്മ ഇരുന്ന് ആദ്യമൊക്കെ ഭയങ്കര ചിരി, ഞാൻ വേറെ എന്തൊക്കെയാ പറയും. ആ മീറ്ററിൽ തീർക്കണ്ടേ നാട്ടിക്കൊണ്ട് അവിടെ വരെ എത്തും. പക്ഷേ